കാണിച്ചു. താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. ഓക്കെ, അല്പം ശ്രദ്ധയോടെ ഇരിക്കണം. വളരെ എല്ലാ സന്ദേശവും സീരിയസ് ആണ്. വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ പറയാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. I would like to require all of your undivided attention. Almost everything is really relevant and important, but still please listen carefully. നമ്മുടെ ഒരു ചെറിയ കൂട്ടായ്മയാണെങ്കിലും നമ്മുടെ ചർച്ചിലെ പാട്ടും പ്രസംഗങ്ങളും ഒക്കെ പല ആളുകളും കേൾക്കാറുണ്ട്. പല ആൾക്കാരും എന്നെ മിക്കപ്പോഴും വിളിക്കാറുണ്ട്. Though our congregation is a small one, many people usually call me and they are attending our worship service through online. എന്നോട് റീസെൻ്റ്ലി ഒരാൾ ചോദിച്ചു, ഇത്ര ഹാർഡായിട്ട് പ്രസംഗിപ്പിച്ചിട്ടും പാസ്റ്ററെ ആ ചർച്ചിൽ തന്നെ ശുശ്രൂഷനായിട്ട് ഇരുത്തുന്നുണ്ടല്ലോ എന്നൊരാൾ ചോദിച്ചു. Recently, one of the people who mentioned, even though you are delivering such a hard message, still the church is accommodating you until now. ഞാൻ പറഞ്ഞ മറുപടി എത്ര ദിവസം ഉണ്ടായിരിക്കും എന്നറിയാൻ മേലെന്നാണ് മറുപടി പറഞ്ഞത്. I gave the reply that I don't know how long I'll be here, but it's happening. കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. Hallelujah. ഞാൻ ഒരു മിനിമം 3 Sundays അല്ലെങ്കിൽ 4 Sunday വരെ പോവായിരിക്കും. ആത്മീയ പോരാട്ടം എന്നൊരു സന്ദേശം നിങ്ങളുമായിട്ട് പറയാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്പിരിച്വൽ വാർഫെയർ. I am planning to deliver a topic titled Spiritual Warfare. I'm planning to finish it by 3 or 4 weeks. നെക്സ്റ്റ് സൺഡേ ഹോപ്പ്ഫുള്ളി നമുക്ക് ഗസ്റ്റുകളൊക്കെ കാണും. അതുകൊണ്ട് അന്ന് പറയാൻ കഴിയത്തില്ല. ഇന്ന് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. ഇൻട്രൊഡക്ഷൻ ഒരു സമ്മറി ആയിരിക്കും. അതിനുശേഷം ഞാൻ എൻ്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കും. Today I am going to give you a summary and then I'll give in detail. നമ്മൾ സ്പിരിച്വൽ വാർഫെയർ, ആത്മീയ പോരാട്ടം എന്ന് കേൾക്കുമ്പം നിങ്ങൾക്ക് അതിനെപ്പറ്റി പല ചിന്തകൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. When we hear about the title spiritual warfare, we may have several thinkings or understandings regarding that. ഒരു പക്ഷേ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ വേദപുസ്തകപ്രകാരം ചേരുന്നതല്ല എങ്കിൽ നിങ്ങളത് തിരുത്തണം എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. We may have several understandings, but if we came to realize that our understanding is not correct based off of the scripture, then we need to change the thinkings or the understandings. ഞാനൊരു ഓണസ്റ്റായിട്ട് ആൻസർ പറയാനായിട്ടൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. I am asking you and I am expecting an honest answer from all of you. നിങ്ങൾ ആരും ഉറക്ക ഉത്തരം പറയണ്ട. I am not expecting a loud reply from everyone. നമ്മുടെയൊക്കെ വിശ്വാസത്തിന് ഫൗണ്ടേഷൻ ആയിരിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഫൗണ്ടേഷൻ റിട്ടൺ വേർഡ് ഓഫ് ഗോഡ് ആണോ അതോ നമ്മിൽ പലരുടെയും എക്സ്പീരിയൻസസ് ആണോ? What is the foundation of the faith for all of us? Is it the foundation based off the scripture or is the foundation based off of our own beliefs? Our experience. Our own experiences. അത് ചോദിച്ചിട്ടാണ് എനിക്ക് പ്രസംഗം തുടങ്ങാൻ. നമ്മുടെ വിശ്വാസം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് നമുക്ക് കഴിഞ്ഞ നാളുകളിലുണ്ടായ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്താണോ അതോ എഴുതപ്പെട്ട തിരുവെഴുത്തിനെ ബേസ് ചെയ്താണോ? അതാണ് ക്വസ്റ്റ്യൻ. My question is our faith based off of our own experiences or is it purely based on scripture? ഓണസ്റ്റ് ആൻസർ നിങ്ങളോട് പറഞ്ഞാൽ മതി, എന്നോട് പറയണ്ട. We all need to say an honest answer to ourselves. എൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. കുറച്ചു കാലം മുമ്പ് വരെ എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എൻ്റെ പല അനുഭവങ്ങളുമായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് റിട്ടൺ വേർഡാണ്. Let me tell my own experience. Until recently, my faith was purely based on certain experiences in my past. But now it's changed and my faith is purely based on the scripture now. ഞാൻ സ്പിരിച്വൽ വാർഫെയർ പറയാനായിട്ടുള്ള അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള കാര്യം, ആത്മീയ പോരാട്ടത്തെപ്പറ്റി ഞാൻ പല കാര്യങ്ങൾ കേട്ടിരുന്നു, പല കാര്യങ്ങൾ കണ്ടിരുന്നു. പക്ഷേ തിരുവെഴുത്ത് വായിച്ചപ്പോൾ ചില കാര്യങ്ങളൊന്നും തിരുവെഴുത്തിലുള്ളതല്ല എന്ന് എനിക്ക് മനസ്സിലായി.
why I chose this topic, because I have heard and I have seen several things related to spiritual warfare. Then when I examined through the scripture, I came to understand that that's all wrong. That's the reason I chose this topic, spiritual warfare. ഞാൻ ഓർത്തു ആത്മീയ പോരാട്ടം എന്നുള്ളത് ഒരു സൂപ്പർ സ്പിരിച്വൽ ആയിട്ടുള്ള ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമുള്ളതാണെന്നാണ് ഞാൻ ചിന്തിച്ചത്. I was under the assumption that the spiritual warfare is purely for certain gifted people. പക്ഷെ പുസ്തകം വായിച്ചപ്പോൾ അങ്ങനല്ല മനസ്സിലാക്കുന്നത്. രക്ഷിക്കപ്പെട്ട വിശുദ്ധിയിൽ ജീവിക്കുന്ന എല്ലാവരും ആത്മീയ പോരാട്ടത്തിലാണ്. But when I went through the scripture, I came to realize that all those who are planning to live a holy life, they are all facing this spiritual warfare. നമ്മൾ എല്ലാ കാര്യത്തിനും പിശാചിനെ ബ്ലെയിം ചെയ്യാറുണ്ട്. അങ്ങനെ പാടില്ല. നമ്മുടെ കുഴപ്പം കൊണ്ട് ഉണ്ടാകുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. Usually in Christian world or Christendom, usually people tend to blame Satan for almost every failures. ഞാൻ ആരംഭത്തിൽ പറഞ്ഞ ചോദ്യത്തിന് ഒരു ആൻസറോടെ പറഞ്ഞു തുടങ്ങാം. നമ്മുടെ ഫെയ്ത്തിന് ആധാരം, ദ ഫൗണ്ടേഷൻ ഓഫ് അവർ ഫെയ്ത്ത് not based on our experiences, rather based on the holy inspired scripture. Amen. Hallelujah. ക്ലിയർ? അത് വളരെ അടിസ്ഥാനപരമായിട്ടൊരു മാറ്റം ഉണ്ടാകേണ്ട കാര്യം അവിടെയാണ്. We need to change. കാര്യം അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അനുഭവം മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അനുഭവം നമ്മളെ വളരെ വളരെ കർത്താവിനോട് അടുപ്പിക്കാറുണ്ട്. എല്ലാം ശരിയാണ്. പക്ഷേ നമ്മുടെ ഫൗണ്ടേഷൻ ഓഫ് ഫെയ്ത്ത് എന്നുള്ളത് എക്സ്പീരിയൻസ് ആകരുത്, തിരുവെഴുത്തായിരിക്കണം. Our foundation of faith always should be scripture, not foundation should be experiences. പ്രാർത്ഥന കേട്ടാലും ഇല്ലേലും God is good. Amen. Though our prayers are answered or not, God is good all the time. രോഗം മാറിയാലും ഇല്ലേലും He is Rapha. അവിടുന്ന് ഹീലറാണ്. Even though your disease may or may not be healed, but still Jehovah, He is നമ്മുടെ Jehovah കർത്താവ് Rapha. ആ സ്വഭാവത്തിന് ഒരു വ്യത്യാസവും ഇല്ല. പക്ഷെ തമ്പുരാൻ ഇഷ്ടമാണെങ്കിൽ അതെല്ലാം നമ്മൾ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. His attributes will never change, but if God willing, let there be a change. ആത്മീയ പോരാട്ടത്തിൻ്റെ ഒരു 5-6 ട്രൂത്ത് ഞാനൊന്ന് പറയാൻ പോവുകയാണ്. ഇതിന് ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. കേൾക്കാൻ അത്രയും സന്തോഷമുള്ള കാര്യമല്ല, എങ്കിലും പറഞ്ഞു വരുമ്പോൾ അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് പ്രയോജനമാകുമെന്നത് ഉറപ്പാണ്. I strongly believe this will be a benefit for our spiritual growth. ഞാൻ വളരെ നാളുകൾ ഈ ഒരു വിഷയം വേദപുസ്തകത്തിലൂടെയും മറ്റ് പുസ്തകങ്ങളുടെ സഹായത്തോടെയും പഠിക്കാനായിട്ടും വായിക്കാനായിട്ടും ശ്രമിച്ചിട്ടുണ്ട്. Throughout several years, I tried to learn the spiritual warfare by reading several books and by prayers and meditation. നമുക്ക് ഒരു 5-6 പോയിന്റ് ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് അടുത്ത ആഴ്ചകൾ വിശദീകരണത്തിലേക്ക് പോവാം. Let us think certain 4-5 points, and then next week onwards let us explain detail. ഒന്നാമത്തെ കാര്യം, ആത്മീയ പോരാട്ടം എന്നുള്ളത് the battle is real. Amen. First point is the spiritual warfare, the battle is real. അതിനകത്ത് and involves the human mind. Amen. അതാണ് ഒന്നാമത്തെ കാര്യം. ആത്മീയ പോരാട്ടം ഉണ്ട്. ആ പോരാട്ടത്തിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്നത് നമ്മുടെ മൈൻഡാണ്. Amen. Spiritual warfare or battle is real, and in that battle our minds are, human beings' minds are involved in that battle. It is not a shouting match. Okay. Battle is not a shouting match. നമ്മൾ ഈ രാജ്യത്തൊരു പ്രവണത ഞാൻ കേട്ടേക്കുന്നത്, ചില ആളുകളൊക്കെ ഇങ്ങനെ പ്രത്യേക പോരാട്ടമുള്ള സ്ഥലത്ത് കൊണ്ട് ഒലിവ് ഓയിൽ തളിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. I heard in this country there are certain group or people, they go and put some balm or oil, olive oil. ഞാൻ ഒരിടത്ത് ചെന്നപ്പോൾ എന്നെയും വിളിച്ചുകൊണ്ട് പോയായിരുന്നു കേട്ടോ. When I went and visited one place, some people called me and took me there. പക്ഷെ ഫൈനലി മനസ്സിലാക്കിയൊരു കാര്യം പറയാം, ഒലിവ് ഓയിൽ തളിച്ചാലൊന്നും പിശാച് പോവില്ല. Let me tell you honestly, even if we put a balm of olive oil some places, evil spirit or Satan won't leave us. നമ്മൾ എത്ര ശാസിച്ചാലും വേദപുസ്തക പ്രകാരം ക്രമീകരിക്കുന്നില്ലെങ്കിൽ പിശാച് പോകില്ല. However we cast out the demons, if we are not orderly arranging or changing ourselves, this devil, this satanic attack won't be removed. നമ്മൾ എത്ര ശാസിച്ചിട്ട് സിയാറ്റിലെ പിശാച് വരെ പോയോ? How many times we cast out, still Seattle demons are still here. ശ്രദ്ധിച്ച് കേൾക്കണം. സ്പിരിച്വൽ വാർ ഈസ് റിയൽ. ദ ബാറ്റിൽ ഈസ് റിയൽ.
that involves our mind. Amen. Always listen, always be careful. Spiritual battle or warfare is real, and this warfare is always involved with our own minds. നമ്മുടെ ചിന്തകൾ, നമ്മുടെ തോട്ട്സ്, our നമ്മുടെ thoughts. കൺവിക്ഷൻസ്, നമ്മുടെ വേൾഡ് വ്യൂ, ഇവിടാണ് വാസ്തവത്തിൽ ആത്മീയ പോരാട്ടത്തിന്റെ സെന്റർ പോയിന്റ് എന്നുള്ളത്. Our thoughts or our imaginations, that is the center point of the battle. ഒരു ബ്രിട്ടീഷ് പാസ്റ്ററായിരുന്ന ജോൺ സ്റ്റോട്ട് പറഞ്ഞൊരു വാചകം ഇതാണ്: ദ ബാറ്റിൽ ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ഈസ് ദ ബാറ്റിൽ ഫോർ ക്രിസ്ത്യൻ മൈൻഡ് എന്നാണ് പറഞ്ഞത്. ഒരു ക്രിസ്തീയ പോരാട്ടം എന്നുള്ളത് അത് മനസ്സിൻ്റെ പോരാട്ടമാണ്, ചിന്തകളുടെ പോരാട്ടമാണ്. നമ്മളെ ഏറ്റവും അധികം ദുഷ്ടനായവൻ ആക്രമിക്കുന്നത് നമ്മുടെ മൈൻഡിനെയാണ്. Battle of a Christian is a battle of its mindset. Always Satan aim to attack our minds. ഒരു വാക്യം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. 2 Corinthians chapter 10. Let us turn our attention to 2 Corinthians 10 അധ്യായം. അതിനകത്ത് ഒരു വാക്ക്, അത് അടുത്ത ദിവസങ്ങളിൽ വിശദമാക്കാം ഞാൻ ആ വാക്യങ്ങൾ. അതിനകത്ത് അതിൻ്റെ 5-ാമത്തെ വാക്യം നിങ്ങൾ കണ്ടോ? 4-5 വാക്യങ്ങൾ. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ. കണ്ടോ? ആ കോട്ട എന്ന വാക്ക് ശ്രദ്ധിക്കണം. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകളും ഇടിച്ച് കളഞ്ഞ്, വായിക്കുന്നില്ലേ? ഞാൻ ആ താഴോട്ടുള്ള വാക്യങ്ങൾ പിന്നാലെ എക്സ്പ്ലെയിൻ ചെയ്യാം. അവിടുത്തെ ആ കോട്ട എന്നുള്ളത് ക്രിസ്തു പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ആ തോട്ടം എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യണം. We should be noted this verse, 2 Corinthians chapter 10 verses 4 and 5. We can see the destruction of fortresses. This fortress is explained as speculations and every lofty thing raised up against the knowledge of God. എന്ന് പറഞ്ഞാലേ, ദൈവത്തെ പറ്റിയുള്ള പരിജ്ഞാനം പുസ്തകത്തിലൂടെ നമുക്ക് ലഭിച്ചതാണ്. അതിനെ സംശയമുണ്ടാക്കുന്ന, അതിനെതിരായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ആ തോട്ടുണ്ടല്ലോ, അതാണ് സത്യത്തിൽ ആത്മീയ പോരാട്ടത്തിന്റെ സെന്റർ എന്നുള്ളത്. The spiritual battle center is the mindset. Here we can see all the thought, every thought captive to the obedience of Christ. We need to destroy that. ഞാൻ നിങ്ങളൊരു കാര്യം ചോദിച്ച് മുന്നോട്ട് പോകാം. അങ്ങനെ ഒരു പോരാട്ടം എല്ലാ ദിവസവും നമുക്ക് ഉണ്ടാകാറില്ലേ? Let me ask you honestly, that type of spiritual warfare, are we facing daily? നമ്മുടെ മൈൻഡിനെ, നമ്മുടെ തോട്ട് പാറ്റേണിനെ, നമ്മുടെ വേൾഡ് വ്യൂവിനെ, നമ്മുടെ കാഴ്ചപ്പാടിനെ എപ്പോഴും ദൈവവചനത്തിന് വിരുദ്ധമായി ചിന്തിക്കാൻ ഒരു തോട്ട് പാറ്റേൺ നമ്മുടെ അകത്ത് പെനിട്രേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? Are we ever noticed there is a pattern of thought pattern which is always attacking the spiritual thought in our mind daily? Praise the Lord. Hallelujah. അങ്ങനെങ്കിൽ വാർ റിയൽ ആണ്. അതിൻ്റെ ഇൻവോൾവ്മെൻ്റ് എന്നുള്ളത് നമ്മുടെ മൈൻഡാണ്. If that is so, war or battle is real and it is always involved within our mindset. അങ്ങനെങ്കിൽ മൈൻഡിനെ എങ്ങനെ ദൈവപരിജ്ഞാനത്തിന് വിധേയമാക്കാം? How can we control our mind under the strength of godly mind? How we can knowledge of God, how we can control our mind with the knowledge of God. ഒന്ന്, ദൈവം ആരാന്നറിയണം. How we need to know who God is. ദൈവം ആരാന്നറിയണമെങ്കിൽ സാച്ചുറേറ്റ് യുവർ മൈൻഡ് വിത്ത് ദ ഹോളി സ്ക്രിപ്ചർ. മനസ്സിലാകുന്നോ? നമ്മുടെ മൈൻഡിനകത്ത്, നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവവചനത്താൽ നമ്മൾ സാച്ചുറേറ്റ് ചെയ്യപ്പെടണം. How we can have the true knowledge of God? We can have absolute knowledge of God by saturating the word of God inside each one of us. അങ്ങനെ നമ്മുടെ മൈൻഡ് ദൈവവചനത്താൽ സാച്ചുറേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ റോമലേഖനം 12 വായിക്കുന്നത്, നിങ്ങൾ മനസ്സ് പുതുക്കി ഡെയിലി ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുക എന്നുള്ളതാണ്. മനസ്സിലാകുന്നോ? വചനത്താൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച ഒരു മൈൻഡ് നമ്മുടെ അകത്ത് വരാതെ ഈ മൈൻഡ് യുദ്ധത്തിൽ നമുക്കൊരിക്കലും വിജയം ഉണ്ടാകില്ല.
Amen. This spiritual warfare within the mindset, how can we win that battle? We should have been soaked or saturated with the knowledge of God. Then we will be able to raise up against this knowledge. So fill your mind with the Holy Scripture. Amen. Hallelujah. മനസ്സിലാവുന്നോ? അങ്ങനെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരെളുപ്പവഴിയില്ല. Amen. തിരുവെടുത്ത് വായിക്കുക, Amen. ധ്യാനിക്കുക, Stotram. ശ്രദ്ധിക്കുക, സ്പിരിച്വാലിറ്റിക്ക് പ്രാധാന്യത കൊടുക്കുക. ആത്മീയത കൈയടിച്ച് പാട്ട് പാടുന്നതോ മ്യൂസിക്കോ അല്ലെങ്കിൽ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നതോ അതൊന്നുമല്ല. അതൊക്കെ വേണം. പക്ഷേ ആത്മീയത എന്നുള്ളത് സാച്ചുറേറ്റ് യുവർ മൈൻഡ് വിത്ത് ദ ഹോളി സ്ക്രിപ്ചർ ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് സ്ക്രിപ്ചർ ട്രാൻസ്ഫോം യുവർ മൈൻഡ്. Amen. How can we? Battle is real. That involves our mind. Amen. Battle is real and it involves with our mindset. How can we face this battle? By saturating, by reading the word of God, and we need to be soaked with the scripture. Then only we can fight this real battle. ദൈവവചനം നമ്മുടെ മനസ്സിനെ സാച്ചുറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് പൊങ്ങുന്ന ഉയർച്ചകളെ നമുക്ക് പിടിച്ചടക്കാൻ പറ്റും. Hallelujah. മനസ്സിലാവുന്നു? Hallelujah. If we are saturated with the scripture, whenever there is an imagination or a speculation arise out against the will of God, we will be able to conquer that. അങ്ങനെയെങ്കിൽ നമ്മുടെ ചിന്ത വെരി കെയർഫുൾ ആയിരിക്കണം, റൈറ്റ്? Then our thoughts will be very careful. എബ്രായലേഖനം 12:3 വാക്യമുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നിങ്ങളുടെ ഉള്ളിൽ ധ്യാനിച്ചുകൊള്ളുവിൻ. Consider him, meditate on him. Amen. Hallelujah. In Hebrews chapter 12, there is a beautiful verse. Consider him who has endured such hostility by sinners against himself, so that you will not grow weary and lose heart. കൊലോസ്യലേഖനം 3-ാം വാക്യം നമുക്ക് പരിചയമുള്ള കാര്യമാണ്. സഹോദരന്മാരെ, ഉയരത്തിലുള്ളത് ചിന്തിക്കുവീൻ. We are all familiar with another verse from Colossians chapter 3 verse 2. Set your mind on the things above. പോള് 2 തിമോത്തി ചാപ്റ്റർ 2 വേഴ്സ് 7 ഒരു വാക്യം പറയുന്നുണ്ട്. നമ്മൾ അധികം നോട്ട് ചെയ്യാത്തൊരു വാക്യമാണ്. തിമോത്തിയോട് പോൾ പറയുകയാണ്, ഞാൻ പറയുന്നത് പോലെ ചിന്തിക്കണം. In 2 Timothy we can see another verse. Paul was exhorting Timothy, consider what I say. കണ്ടോ, ഞാൻ പറയുന്നത് പോലെ ചിന്തിക്കണം. Think what I am telling you. ദൈവവചനം പറയുന്ന പോലെ ചിന്തിക്കണം. Based off of scripture we need to think through. ബാറ്റിൽ റിയൽ ആണ്, അത് ഇൻവോൾവ് ആയിരിക്കും നമ്മുടെ മൈൻഡ് ആണ്. Because battle is real and it involves within our mindset. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാക്യം ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 8 ആണ്. നമ്മുടെ ബൈബിൾ സ്റ്റഡി ഞാൻ 1 hour എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ആ വാക്യം. സഹോദരന്മാരെ, സത്യമായതൊക്കെയും നീതിയായതൊക്കെയും ഘനമായതൊക്കെയും, അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് തീരുന്നെങ്ങനെയെന്നറിയാമോ? ഈ വക ചിന്തിച്ചു കൊള്ളുവീൻ. We can see another beautiful verse in Philippians chapter 4 verse 8. Finally, brethren, whatever is true, there are certain characteristics, and then it is ending like this: dwell on these things. പ്രിയപ്പെട്ടവർ, ഇനി നിങ്ങൾ പറഞ്ഞോ, എങ്ങനെ മൈൻഡിനെ വചനം കൊണ്ട് സാച്ചുറേറ്റ് ചെയ്യുന്നത് മനസ്സിലായോ? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ സംഗ്രഹിക്കണം. മേരി ദൂതം പറഞ്ഞത് ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ കേൾക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. Like Mary actually took the message from the angel, similarly we need to absorb whatever we are hearing and bear and keep it inside you and dwell on God's scripture. നമുക്ക് ഇങ്ങനെ പറയാം, fill your home with scripture. Amen. Fill your home with worship. Fill your home with prayer. Saturate your mind with the word. Amen. Praise Lord. അങ്ങനെ ഡെയിലി നടന്നാൽ മാത്രമേ ആത്മാവിനാൽ നമ്മുടെ അകത്ത് നിയന്ത്രണം ഉണ്ടാവുകയുള്ളൂ. അതാണ് സ്പിരിച്വൽ വാർഫെയറിന്റെ ഒന്നാമത്തെ ഫാക്ട്. The first fact of spiritual warfare is we need to be soaked or saturated with the scripture. Then only we will be able to fight back. നമ്മുടെ ചിന്ത സൂക്ഷിക്കണമെങ്കിൽ എന്തെല്ലാം ചെയ്യണമെന്ന് അറിയാമോ? If we need to control our imaginations or our thoughts, what are we need to take care of? Guard your eyes. കണ്ണ് സൂക്ഷിക്കണം. First and foremost, we need to guard our eyes. നമ്മുടെ കേൾവി സൂക്ഷിക്കണം. We need to guard our hearing. കാര്യം നമ്മൾ എന്താ കേൾക്കുന്നതെന്നുള്ളത് നമ്മുടെ ചിന്തയെ സ്വാധീനിക്കും. Always our thought pattern will be influenced whatever we are hearing. നമ്മുടെ ബന്ധങ്ങൾ സൂക്ഷിക്കണം. We need to be careful about our relationships. നമ്മൾ be careful, control what you listen to. Be careful what you listen to. Be careful what you digest through music.
Amen. Be careful what you are hearing, what you are digesting through listening to certain musics. മനസ്സിലാവുന്നോ? I believe you are understanding. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ കർത്താവിനുള്ള മ്യൂസിക്കേ കേൾക്കാവുള്ളൂ. Those who are born again, that person should listen only holy music. നമ്മുടെ ഡിവോഷനും നമ്മുടെ അഫക്ഷനും എല്ലാം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനോട് മാത്രമായിരിക്കണം. അല്ലെങ്കിൽ ഒരിക്കലും ഈ മൈൻഡിനെ വചനത്താൽ സാച്ചുറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. Our devotion, our worship always should be holy. Otherwise we cannot please a holy God. The mind is the battleground. Amen. And so let's be militant about it. Amen. Hallelujah. Hallelujah. ഒന്നുകൂടെ പറയാം. The mind is the battlefield. So let's be militant about it. മനസ്സാണ് നമ്മുടെ യുദ്ധമുഖം. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ജാഗരൂകരായി നമ്മൾ കാക്കണം. We always be careful because our mind is the battlefield and we need to be alert. ക്ലിയർ? അത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിച്ചോട്ടെ. ഒലിവ് ഓയിൽ തളിച്ചാലൊന്നും മനസ്സിനകത്ത് പോരാ. Hallelujah. സ്തോത്രം. ഇതാ ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്. നമ്മുടെ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ഓറിയൻറ്റഡ് ആണ്. നോ, സ്ക്രിപ്ചർ ഓറിയൻറ്റഡ് ആകണം. അവിടെ ചേഞ്ച് വന്നാലേ നമുക്കാകമാനം ചേഞ്ച് വരത്തുള്ളൂ. Hallelujah. Many of our beliefs are based off of several experiences. We need to change that. If there is a change in our beliefs, if we change it to based on scripture, then our minds will be changed, our thoughts will be changed. രണ്ടാമത്തെ ഒരു ഫാക്റ്റ്, എനിക്കെല്ലാം പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഈ പിശാചിൻ്റെ ടോപ്പ് സ്ട്രാറ്റജീസ് ഇപ്പം ഞാൻ 3 പറയാം. 6 ഉണ്ട്. 3 മാത്രം പറയാം. Let me tell you the top strategies of Satan. ഒന്ന് ഡിസപ്ഷനാണ്, വഞ്ചനയാണ്. First strategy is deception. 2 ഡിവിഷനാണ്. Second thing is division. മൂന്നാമത്തേത് ഡിസ്ട്രാക്ഷനാണ്. The third thing is distraction. ശ്രദ്ധിച്ച് കേൾക്കണം. ഓരോ സെന്റൻസ് പറയാനായിട്ട് പോവുകയാണ്. I am telling one by one. അല്പം കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാനായിട്ട് പറ്റുമോ? കാരണം ഇതങ്ങനെ ഓളത്തിൽ പ്രസംഗിക്കാൻ പറ്റില്ല. എത്ര നോക്കിയാലും പറ്റില്ല. കാര്യം ഇത് വളരെ ഗൗരവമാണ്. ലൈഫ് ലോങ് ആയിട്ട് നമ്മുടെ അകത്ത് വേണ്ടതാണ്. പിശാചിൻ്റെ ടോപ്പായിട്ടുള്ള 3 സ്ട്രാറ്റജി: ഡിസപ്ഷൻ, ഡിവിഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ. Amen. Distraction. Top 3 strategies of Satan. Please be careful and bear this in your mind. First one is deception, second one is division, and the third one is distraction. എന്താ ഡിസപ്ഷൻ എന്ന് പറഞ്ഞാൽ? What is the meaning of deception? പെട്ടെന്ന് ട്രൂത്തും എററും കണ്ട തിരിച്ചറിയാൻ കഴിയത്തില്ല. We will not be able to distinguish which is real and which is unreal. നമ്മൾ കൊരിന്ത്യരെഴുത്ത് വായിക്കുന്നുണ്ടല്ലോ, വെളിച്ചദൂതന്റെ വേഷം കെട്ടി വരുന്നത് പിശാചാണ്. And we are reading in Corinthians, the light of angel, which is actually bearing the cloth of light of an angel. അവർ കൊണ്ടുവരുന്ന ഗോസ്പൽ കൗണ്ടർഫീറ്റ് ഗോസ്പൽ ആണ്. They are bringing a gospel which is counterfeit. കേൾക്കാൻ നല്ല ഭംഗിയായിരിക്കും. Maybe that gospel will be ആളുകൾ വളരെ അട്രാക്റ്റഡ് ആയിരിക്കും. that person will be very പക്ഷേ ആ ഗോസ്പൽ പുസ്തകത്തിനകത്തില്ല. maybe that gospel is not inside the scripture. സൗണ്ട് ലൈക്ക് വെരി സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ ഇവരുടെ ടോക്ക് സൗണ്ട് ലൈക്ക് വെരി സ്പിരിച്വൽ. They sounded like very spiritual, but they sidestep repentance and holiness. but they are away from repentance and holiness. എന്ന് പറഞ്ഞാലേ പ്രസംഗമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ആത്മീയമായിരിക്കും. When we hear their talk, we will think that that's so spiritual. ഈ നമ്മുടെ ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, ഇമോഷണൽ ഹൈപ്പ് ഈസ് നോട്ട് സ്പിരിച്വാലിറ്റി. Always be careful. Emotional hype is not a sign of spirituality. നമുക്കെല്ലാവർക്കും ഇമോഷണൽ ഉണ്ടാവും. പ്രാർത്ഥിക്കുമ്പോൾ, പാട്ട് പാടുമ്പോൾ, പ്രസംഗിക്കുമ്പോഴൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ എൻ്റെ ശബ്ദം താഴുകയും കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത്. We all are human beings, tend to have different types and levels of emotions. പക്ഷേ അത് സ്പിരിച്വാലിറ്റിയുടെ ഹൈപ്പല്ല. But that is not a measure of spirituality. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു മൂഡ് തോന്നുന്നത് സ്പിരിച്വാലിറ്റി ആകണമെന്നില്ല. And that, whenever we feel a mood, that doesn't define that that's spirituality. നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്ന ചിന്തകൾ ദൈവം പറയുന്നതാകണം എന്ന് നിർബന്ധമില്ല. Whenever we feel something inside us, it may not be from God. കാരണം ഫാൾസ് ടീച്ചേഴ്സിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അവരുടെ സർമനകത്ത് റിപ്പൻറ്റൻസ് ഇല്ല, അവരുടെ സർമനകത്ത് ഹോളിനെസ് ഇല്ല, സെപ്പറേറ്റ്നെസ് ഇല്ല. അവരുടെ അകത്ത് മൊത്തം ലോകമയത്വം മാത്രമാണ്. When we listen carefully, we can see that in their messages there won't be repentance, there won't be separation, there won't be any holiness.
കൗണ്ടർ ഗോസ്പലിനകത്ത് ഒരു 3 കാര്യം ആൾക്കാർ പറയാറുണ്ട്. In counter gospel, usually people mention 3 things. God wants you happy. They always mention God wants you to be happy. പക്ഷേ ഹോളി എന്നത് പറയല. They won't mention that God wants you to be holy. രണ്ടവർ പറയും ഗ്രേസ് ആണ്, ഗ്രേസ് എല്ലാം ഫ്രീ ആണ്. It is the second thing they always mention about everything is grace, grace. No obedience. No obedience. They won't mention about obedience. ഇവിടുത്തെ പോപ്പുലർ ടീച്ചേഴ്സ് പറയുന്നൊരു കാര്യമുണ്ട്, ഫോളോ യുവർ ഹാർട്ട്. And popular preachers are mentioning follow your heart. പക്ഷെ തിരുവഴുത്ത ഹൃദയത്തെ പറ്റി എന്നാ പറയുന്നത്? സകലവിധ അഴുക്കുള്ളത് എവിടാന്നാ? Heart. But scripture very clearly saying that heart bears every unclean things. അതുകൊണ്ട് ഫോൾസ് ടീച്ചേഴ്സ് ട്രോജൻ ഹോൾസ് ആണ്, മറന്നു പോരുത്. False teachers are always teaching false. ട്രോജൻ ഹോൾസ് ആണ് എന്ന് Oh, പറഞ്ഞാൽ they are like Trojan horse. സ്പൈ ആണ്, They are like spies. They are അകത്ത് spies. കയറാനുള്ളതാണ്. അതുകൊണ്ടല്ലേ ഗലാത്യരോട് പോൾ പറയുന്നത്, ആരാണ് നിങ്ങളെ ഇത്രയും വേഗം കർത്താവിൽ നിന്നകറ്റിയത്? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് അവസാനിപ്പിക്കുന്നുവോ? Hallelujah. That's the reason in the book of Galatians, Paul was asking, how soon you fall into this wrong teaching? പോളിൻ്റെ ഏറ്റവും ഹൃദയവേദനയുള്ളൊരു വാക്യം ഗലാത്യലേഖനത്തിനകത്താണ്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പ്രസവവേദനപ്പെടുന്നു. ദാറ്റ് ഈസ് ദ ഹാർട്ട് ഓഫ് എ ട്രൂ ഷെപ്പേർഡ്. Amen. In Paul, ഒരു യഥാർത്ഥ ഇടയനെ എങ്ങനെ കണ്ടുപിടിക്കാൻ അറിയാമോ? സഭയിലെ അംഗങ്ങളിൽ ക്രിസ്തു ഉരുവാകുവോളം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളും ആത്മീയമായിട്ട് മെച്ചുവറാകുവോളം, അതാണ് ഒരു ഇടയന്റെ ഹൃദയം. a true shepherd always want to make his sheep like his Christ. അതുകൊണ്ട് ഡിസെപ്ഷൻ സൂക്ഷിക്കണം. So always be aware of deception. 2 ഡിവിഷനാണ്. The second thing is division. ഒന്ന്, if you can deceive people with lies, he is going to try to divide people who are united in the truth. Amen. Hallelujah. ഡിസെപ്ഷൻ കൊണ്ട് ചതിക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത പണി എന്നെ ചെയ്യുന്നതെന്ന് അറിയാമോ? അകത്ത് ട്രബിൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. If the Satan's strategy is first he'll try to destroy us through deception. If he is not successful in that strategy, then he is trying to divide. ഡിവൈഡ് ആക്കും. He is tend to divide. ട്രൂത്ത് ഓൾവേസ് ഡിവൈഡ്സ്. അതൊരു മറ്റൊരു ഫാക്റ്റാണ്. Another true fact is truth always will be divided or separated. പിശാചിന്റെ തന്ത്രം നമ്മൾ അറിയാതെ പോകരുത്. We should never ever be unaware of Satan's strategy. ഒരാൾ പറഞ്ഞ വാക്കിതാണ്, ഗോസിപ്പ് ഈസ് ഡെവിൾസ് റേഡിയോ എന്നാ പറഞ്ഞേ. Amen. Gossip is devil's radio. ഗോസിപ്പ് ഈസ് ഡെവിൾസ് റേഡിയോ. Gossip is devil's radio. നമ്മൾ ആരെങ്കിലും ഗോസിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അവന്റെ റേഡിയോ നമ്മൾ ട്യൂൺ ചെയ്ത് ഓണാക്കി വെക്കുകയാണ്. Hallelujah. If any one of us say a gossip, always be remindful we are tuning on devil's radio. സഹോദരന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ എഫെസ്യരിൽ വായിക്കുന്ന പോലെ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും, അത് മറന്നു പോകരുത്, ദൈവത്തോട് സംസാരിക്കണം, തമ്മിൽ സംസാരിച്ചും. ഗോസിപ്പ് ഉണ്ടാകരുത്. ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും പറ്റി ഗോസിപ്പ് പറഞ്ഞാൽ പറയണം, സ്റ്റോപ്പ്. Amen. Hallelujah. Whenever we hear a gossip, we need to stop it right away. പ്രോവെർബ് 16:28 മനോഹരമായ ഒരു വാക്യമാണ്. There's a beautiful verse in Proverbs chapter 16 verse 28. A slander separate intimate friend. Amen. ഏഷണിക്കാരൻ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു എന്ന വാക്യം. A slander separates good friends. തിരുവഴുത്തി വായിക്കുന്നില്ലേ, ഒരു വീട് തന്നിൽ തന്നെ ഛിദ്രിച്ചാൽ അതിന് നിലനിൽപ്പില്ല. We are reading in scripture, a house, if it divides itself, it won't be stay It strong. cannot stand. It won't stand strong. Clear? Division, deception. അടുത്തത് ഏറ്റവും ടോപ്പായിട്ടുള്ളവൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് ഡിസ്ട്രാക്ഷൻ ആണ്. I believe you understand the 3 strategies, top strategies of Satan. First one is deception, second one is division, and the third one is the biggest one, distraction. If the devil can't make you bad, he will just try to keep you busy. Amen. നമ്മളെ പിശാചിന് മോശമാക്കാൻ പറ്റിയില്ലെങ്കിൽ അവൻ എന്നെ എന്തറിയാമോ? നമ്മളെ ബിസി ആകും. If we are not captured by Satan through deception or division, then the next strategy of Satan is making us busy. എന്താ ഈ ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം? What is the meaning of distraction? എന്നെ അല്പം കൂടെ ശ്രദ്ധിച്ചു നോക്കിയേ. എന്താ ഡിസ്ട്രാക്ഷൻ? പിശാച് ഡിസ്ട്രാക്ട് ചെയ്യുന്ന പറഞ്ഞാൽ അർത്ഥം എന്നാ? What is the meaning of distraction? നമ്മുടെ പ്രൈമറി ഫോക്കസിൽ നിന്ന് അവൻ നമ്മളെ മാറ്റും.
he always tends to move away from our primary focus. പല ചിന്തകളാൽ, വിചാരങ്ങളാൽ, നമ്മൾ കൊരിന്ത്യർ വായിക്കുന്നുണ്ടല്ലോ, കർത്താവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്ന കാര്യം എന്നാ, അവൻ്റെ ടോപ്പ് സ്ട്രാറ്റജി എന്നുള്ളത് ഡിസ്ട്രാക്ഷനാണ്. The top strategy of Satan is to put distraction or giving more imagination or thought pattern, pollute us within our mind. Do not allow the good things to become the ultimate things. Amen. നല്ല കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ അൾട്ടിമേറ്റ് തിങ് ആകാൻ അനുവദിക്കരുത്. Do not allow good things to be an ultimate thing in your life. ഇത് ഞാൻ വിശാലമായിട്ട് പിന്നാലെ ഓരോ സീരിയസ് ആയിട്ട് പ്രസംഗിക്കാം. I will, in detail, I'll speak later. അങ്ങനെയെങ്കിൽ ഡിസെപ്ഷൻ എങ്ങനെ നമുക്ക് ജയിക്കാൻ പറ്റും? ഡിസെപ്ഷൻ. How can we win this deception? For deception you need discernment. Amen. In order to win the deception of Satan, we need to have discernment. നമുക്ക് ഡിസേൺമെന്റ് എങ്ങനെ ഉണ്ടാകാം? How can we get the discernment? പ്രാർത്ഥനയാലും വചനവായനയാലും അല്ലാതെ ഡിസേൺമെന്റ് ഉണ്ടാകില്ല. By reading the scripture and by prayer only we will be discerned. Praise Lord. Amen. Hallelujah. നല്ല എക്സാമ്പിൾ എന്താണെന്നറിയാമോ? Amen. തെസലോനിക്കരെക്കായിട്ടും ബെരോവിലെ ആളുകൾ ഉത്തമന്മാരായിരുന്നു. ബി എ ബെറിയൻ. Amen. Be like Berean people. They are better than Thessalonians because they kept the word and served. ഡിസെപ്ഷൻ ഏത് സമയവും നമ്മുടെ ഇടയിൽ ഉണ്ടാകാം. പക്ഷെ സഭ മനസ്സിലാക്കേണ്ടത്, for deception we all need a right discernment. Amen. Deception may happen at any point of time in a person's life, but we need to be aware. We need to have a discernment about the deception. ഡിവിഷൻ എന്നാ ചെയ്യണം? ഡിവിഷൻ വന്നാ What can we do against a division? ഒരാൾ പറഞ്ഞത്, ഡിവിഷൻ വന്നാൽ ഡയറക്റ്റ് ടോക്ക് ഉണ്ടായാൽ മതി എന്നാ പറഞ്ഞത്. One man of God said that if there is a division, to an extent, direct talk will For help division we need direct talk. us. For division, we need direct talks. ഡയറക്റ്റ് ടോക്ക് എന്ന് പറഞ്ഞാൽ ഗോസിപ്പ് കേൾക്കാൻ പോകണ്ട, ആ വ്യക്തിയോട് തന്നെ എന്ത് ചെയ്യുക എന്നുള്ളതാണ്. We do not listen to the gossip. We need to talk directly to that person. ഡിസെപ്ഷന് ഡിസേൺമെന്റ് വേണം, ഡിവിഷന് നമുക്ക് ഡയറക്റ്റ് ടോക്ക് വേണം. Discernment, in order to avoid deception, we need to have discernment. But in order to avoid division, we need to have a direct talk with that person. പ്രോവർബ് 26:20 ഒരു വാക്യമുണ്ട്. 26:20 ഇങ്ങനെ വായിക്കുന്നേ, നുണയനില്ലാതിരുന്നാൽ വഴക്കില്ലാതാകും. വാക്യം കണ്ടിട്ടുണ്ടോ? Don't receive gossip. നുണയൻ, where there is no whisperer. For where there is no whisperer, contention quiets down. വാക്യം കണ്ടല്ലോ എല്ലാവരും അല്ലേ? Hallelujah. നുണയനില്ലാതായാൽ വഴക്ക് ഇല്ലാതാകും. If there is not a liar, then the contention won't arise. അങ്ങനത്തെ വാക്യത്തിന്റെ അടിയിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ കുഴപ്പമില്ല. Hallelujah. Stotram. We can highlight that verse. That's very good. അങ്ങനെങ്കിൽ ഡിസെപ്ഷന് നമുക്ക് ഡിസേൺമെന്റ് വേണം. ഡിവിഷൻ വരുമ്പം നേരായിട്ടുള്ള ബന്ധം വേണം. ഡിസ്ട്രാക്ഷൻ ഉണ്ടായാലോ? If deception, we should need discernment. If there is division, we can have direct talk. But if there is a distraction, what can we do? We design a limit. Amen. If there is a distraction, we need to draw a line. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലിമിറ്റ് ഉണ്ടായിരിക്കണം. We need to have a limit. നമ്മുടെ ലിമിറ്റ് ഏതാണെന്ന് അറിയാമോ? Amen. ഈ പുസ്തകമാണ്. What is our limit? The limit is purely തിരുവെഴുത്തിന്റെ പുറത്ത് എനിക്കൊന്നും ചെയ്യാൻ അനുവാദമില്ല. തിരുവെഴുത്തിന്റെ പുറത്ത് എനിക്കൊന്നും ചിന്തിക്കാൻ അനുവാദമില്ല. എൻ്റെ പ്രൈമറി എയിം എന്നുള്ളത് കർത്താവ് മാത്രമാണ്. We all need to have a limit. Whenever there is a thought arise, we need to check with the scripture. Against the scripture, I cannot think anything, I cannot talk anything, I cannot do anything. എൻ്റെ പഠനത്തിലും വായനയിലും ഒക്കെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഈ ഡിസ്ട്രാക്ഷൻ ആണ് അവൻ്റെ ടോപ്പ് സ്ട്രാറ്റജി. After my years of studies and prayers and meditation, I came to realize the top and the first and foremost deception which successful in all Christians is the distraction. രണ്ട് കാര്യം നമ്മൾ ചിന്തിച്ചു, എല്ലാവരുടെ മനസ്സിലുണ്ടല്ലോ അല്ലേ? ഒന്ന്, ബാറ്റിൽ റിയൽ ആണ്, അത് മൈൻഡാണ് അതിനകത്ത് ഇൻവോൾവ് ആയേക്കുന്നത്. രണ്ട്, അവൻ്റെ പല തന്ത്രങ്ങളുണ്ട്, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഡിസെപ്ഷൻ,
ഡിവിഷൻ ആൻഡ് ഡിസ്ട്രാക്ഷൻ. ഡിസപ്ഷൻ വരുമ്പം ഡിസൺമെൻ്റ് ഉണ്ടായിരിക്കണം. ഡിവിഷൻ ഉണ്ടായാൽ സഹോദരന്മാർ അന്യോന്യം സംസാരിക്കണം. ഡിസ്ട്രാക്ഷൻ ഉണ്ടായാൽ നമ്മൾ അതിര് വെക്കണം, ലിമിറ്റ് വെക്കണം. Amen. We are talking about the battle is real and the spiritual warfare is real, and how we can, the top strategies of Satan, we have learned 3 points. Deception. Whenever there is a deception, we need to discern it. Discernment is the necessary thing to avoid it. And then division. Whenever there is a division, we need to have a direct talk. And the third thing is, whenever there is a distraction, we need to put a limit with the scripture. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ലിമിറ്റ് ഉണ്ടായിരിക്കണം. We always need to have a നമ്മുടെ ബന്ധങ്ങളിൽ ലിമിറ്റ് വെക്കണം. We all need to നമ്മുടെ have a limit. സംസാരത്തിൽ ലിമിറ്റ് വെക്കണം. We need to limit our talks, our relationships. എൻ്റെ ഒരു അധ്യാപകൻ എൻ്റെ കോട്ടയം സെൻട്രലിലെ ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ജീസസിന് ഏറ്റവും അടുത്തൊക്കെ എപ്പോഴും അഭിപ്രായമൊക്കെ പറയുന്ന ആളായിരുന്നു പീറ്റർ, അല്ലേ? One of my teachers, ഒന്നാമൻ പത്രോസ് എന്നല്ലേ വായിക്കുന്നത്, ഫസ്റ്റ് പീറ്റർ. one of my teachers told me that Jesus always have an inner circle, and first and foremost we are reading, Peter was the one who usually talk with him. പക്ഷെ പീറ്റർ കർത്താവിനൊരു കാര്യം പറഞ്ഞു, നിനക്കങ്ങനെ സംഭവിക്കരുതെന്ന് പറഞ്ഞല്ലേ, ക്രൂശീകരണത്തിൽ നിനക്കങ്ങനെ. One day Peter talked back to Jesus, it should not happen to you. അതിൻ്റെ അർത്ഥം എന്താ? എത്ര അടുത്ത ആളാണെങ്കിലും ജീസസിന് ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. Even ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ളത് എത്ര അടുത്ത ആൾ പറഞ്ഞാലും നോ. Even though there is a limit Jesus put around at that time with Peter. നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും നോ പറയാനായിട്ടുള്ള സ്പേസ് വേണം. Amen. In all of our relationships, we all need to have a limit, set the boundary, and we need to have the confidence to say no when there is a situation arises. Praise the Lord. Hallelujah. ഒരു സ്തോത്രം പറയാം. Praise you, Jesus. Hallelujah. സ്തോത്രം. നമ്മൾ യുദ്ധത്തിലാണ് ജയിച്ചേ പറ്റൂ. അതിനകത്തൊരു സന്തോഷ വാർത്ത തന്നെ അറിയാമോ? നമ്മൾ വി ആർ ബാറ്റിലിംഗ് ഫ്രം വിക്ടറി. നമ്മൾ യുദ്ധത്തിൽ ജയത്തിൽ നിന്ന് യുദ്ധം ചെയ്യുന്നവരാണ് കേട്ടോ, അല്ലെ ജയിക്കാൻ വേണ്ടിയല്ല, ജയത്തിൽ നിന്ന് യുദ്ധം ചെയ്യുന്നവരാണ്. That is what Bible says. Amen. There is a beautiful and a blessed message. We are winning from the victory points. Battling. We are already winners. നമ്മുടെ കർത്താവ് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. We are the winner man. നമ്മുടെ കർത്താവ് ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമ്മൾ ജയാളികളിമേ ജയാളി എന്നല്ലേ റോമാലേഖനത്തിൽ വായിക്കുന്നത്. Praise the Lord. We are reading in the book of Romans, since our Lord Jesus came and death conquered, but death didn't conquer him. He raised on the third day and he is still a living God. That's why we are on the winning side. Number 3. ഒരു കാര്യം ഞാൻ പറഞ്ഞു നിർത്താം, ബാക്കി പിന്നെ പറയാം. One more, third point. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, the enemy is dangerous but divinely limited and defeated. മനസ്സിലാവുന്നു? Enemy is dangerous but divinely he is limited. Undefeated. And undefeated. No. Enemy is defeated. Sorry. The enemy is limited and he is a defeated one. Yes. എന്ന് പറഞ്ഞാലേ പിശാചിനെ പെട്ടെന്ന് അങ്ങ് കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞാലൊന്നും നടക്കില്ല. And he is very danger. Enemy is truly dangerous. കാരണം എന്നാണെന്നറിയാമോ? അവൻ്റെ വഞ്ചനയാണ്, നമുക്ക് മനസ്സിലാകില്ല. Amen. Hallelujah. It is a strategy. It is a deception. We cannot understand first and foremost. പക്ഷേ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം സന്തോഷ വാർത്ത എന്നാണെന്നറിയാമോ? He is divinely limited. Amen. For a child of God, the devil is always limited. ദൈവം പിശാചിനെ രണ്ട് കാര്യത്തിന് പ്രത്യേകം ഉപയോഗിക്കും. രണ്ട് കാര്യത്തിന് allow ചെയ്തിട്ട് രണ്ട് കാര്യത്തിന് ദൈവം ഉപയോഗിക്കും പിശാചിനെ. Lord Jesus used Satan in 2 areas. ഒന്നുകൂടെ പറയാം, നിങ്ങളുടെ ശ്രദ്ധ പോകുമ്പോൾ എൻ്റെ ആ സെൻറ്റൻസ് ശരിയാകുന്നില്ല, അതാണ് പ്രശ്നം. ഈ എല്ലാ വാക്കുകളും അർത്ഥമുള്ളതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. എനിക്കറിയാം, സം ഓഫ് യു ആർ നോട്ട് ഫെമിലിയർ വിത്ത് ദിസ് കൈൻഡ് ഓഫ് സർമൺസ്, ഐ നോ ദാറ്റ്. പക്ഷേ ദിസ് ഈസ് ട്രൂത്ത്. എനിക്ക് ഇതിനകത്ത് മായം കലർത്താൻ പറ്റില്ല, കാര്യം ഐ ആം അക്കൗണ്ടബിൾ ബിഫോർ ഗോഡ്. എനിക്ക് നിങ്ങളോട് അക്കൗണ്ടബിൾ ഉണ്ട്, അതിനേക്കാൾ ഞാൻ അക്കൗണ്ടബിൾ എന്നെ വേലയ്ക്ക് വിളിച്ച കർത്താവിനോടാണ്. I am truly accountable for the master who called me for this ministry, more than accountability than you. തിരുവെഴുത്തിലോട് ചേരാത്ത ഒരു സെന്റൻസ് പോലും മരണം വരെ പറയരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന ആഗ്രഹം. My prayer and my desire is I should not never ever say anything against the will and the scripture. ദൈവവചനം പറയും തോറും എൻ്റെ ആ റിസപ്ഷൻ കുറഞ്ഞു വരികയാണെന്ന് എനിക്കറിയാം.
I know since I am talking the truth, the reception is getting very lower and lower. രണ്ട് കാര്യത്തിന് പിശാചിനെ ദൈവം ഉപയോഗിക്കും, രണ്ട് കാര്യത്തിനും. Two areas God will allow Satan. ദൈവമക്കളോടുള്ള ബന്ധത്തിൽ Based off of a holy ഒന്ന് person. നമ്മളെ ടെമ്പററി ആയിട്ട് ജഡ്ജ് ചെയ്യാൻ പിശാചിനെ ഉപയോഗിക്കും. Temporarily, God will allow Satan to judge us. കൊരിന്ത്യലേഖനത്തിൽ വായിക്കുന്നില്ലേ ഒരുത്തനെ ജഡ്ജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കാര്യം? In Corinthians, അലക്സാണ്ടറിനെ ഹുമനിയോസിനെ അവനെ ഏൽപ്പിച്ചില്ലേ തൽക്കാലം ജഡ്ജ് ചെയ്യാൻ? രണ്ട്, ഒന്ന് നമ്മളെ ജഡ്ജ് ചെയ്യും ഫോർ ടെമ്പററി, അത് നമ്മുടെ ഹോളിനെസ്സിന് വേണ്ടിയാണ്. രണ്ട്, നമ്മുടെ വിശുദ്ധീകരണത്തിനായിട്ട് പിശാചിനെ നേരിട്ട് ഉപയോഗിക്കും. first, he will use temporarily to judge us by Satan. God will allow. And another thing is, God will use Satan for our purification or sanctification. പെട്ടെന്ന് ഈ വാക്കുകളെ പറഞ്ഞ് നിർത്താം. അവൻ ഡേഞ്ചറസ് ആണ്, പക്ഷെ ഒരു കാര്യം ഓർത്തോണം. Satan is dangerous, but let me think about this. He is not omnipresent. He is not an omnipresent person. എല്ലായിടത്തും ഓടില്ല. He is not everywhere, present everywhere. യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നില്ല ഞാൻ എല്ലായിടും ഊടാടി സഞ്ചരിച്ചിട്ട് എന്ത് ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? He cannot be present everywhere at the same time. Amen. He is not an omniscient person, omnipotent one. Omnipresent one. Because in the book of Job we are reading, Satan was roaming around certain places which is allowed by God. Praise the Lord. Amen. ഇനി അവൻ omnipresent ആണെന്ന് പറഞ്ഞാലേ നിങ്ങൾ പ്രൈസ് ലോർഡ് പറയുള്ളൂ. omnipresent അല്ല. Amen. Satan is not omnipresent. വിശുദ്ധിയിലും വേർപാടിലും നിൽക്കുന്ന ദൈവമക്കളുടെ മൈൻഡിൽ അവൻ എത്ര ദൂരെ ആയിരിക്കും എന്നറിയോ? Those who are set apart, those who are leading a sanctified life, Satan is staying a lot far from that person's life. നമ്മൾ ചിന്തിച്ചേക്കുന്ന പിശാച് നമ്മുടെ പൈസയും ആരോഗ്യം എല്ലാം അടിച്ചുകൊണ്ട് പോയെന്ന്, അത് അവൻ ഇഷ്ടം പോലെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. We are thinking that Satan is actually taking away our health and money. No. രണ്ട്. Second, അതിനകത്തെ കാര്യം, he is not omnipresent. രണ്ട്, he is not omniscient. he is not omnipresent, and the second thing is he is not omniscient. എന്ന് പറഞ്ഞാൽ He doesn't know. അവനെല്ലാം അറിയത്തില്ല. He doesn't know everything. ചില ആൾക്കാർ പറയാറുണ്ട് പതിയെ പറ പിശാച് കേൾക്കുന്നു. Certain people used to tell, don't speak it loud, Satan will hear. കേട്ടാലിന് കുഴപ്പം? What is the problem if he listens? നമ്മുടെ മാസ്റ്റർ ലോർഡാണ്, പിശാചല്ല. Our master is Lord, not Satan. He is divinely limited. Satan is always divinely limited. എന്നെ തൊടണമെങ്കിൽ കർത്താവ് പറയണം. If Satan wants to touch me, he is not omniscient. he is not omnipresent. And He he is not cannot omniscient. read what is in my heart. Amen. He cannot read what is inside my mind. അങ്ങനല്ലേ തിരുവെഴുത്ത് വായിക്കുന്നത്? ഹൃദയത്തിലുള്ളത് കർത്താവ് മാത്രം അറിയുന്നല്ലേ വായിക്കുന്നത്? Those who are inside our mind, Lord only knows it. മൂന്ന്, ഒമിനീഷ്യന്റ് മാത്രമല്ല, ഒമിനീഷ്യൻ അല്ലെന്ന് മാത്രമല്ല, he is not omnipotent. Amen. He is not only omnipresent, omniscient, but omnipotent also. കാര്യം തന്നെ ഇയ്യോബിനോട് പറഞ്ഞേക്കല്ലേ, ഇയ്യോബിന്റെ കാര്യം പറയുമ്പം ഞാൻ എങ്ങനെ അവനെ തൊടുന്നേ? അവന് ചുറ്റും വേലി, അവൻ്റെ വീടിന് ചുറ്റും വേലി, അവൻ്റെ സർവ്വത്തിനും ചുറ്റിനും വേലി. He is not omnipotent. Amen. There is a limit to Satan. He cannot touch certain area. That means he is not at all omnipotent. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, he has no ownership of believers. This most important thing, Satan has no ownership of a truly born again child. കാര്യം എന്നറിയാമോ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? We are the ownership under God Jesus. Amen. A true child of God is a living temple of God, and we are under the ownership of true living God. Not demons. Amen. We are not under the authority of demons. He has no authority over Christ or his authority anything. Amen. Hallelujah. പറഞ്ഞാൽ അവന്റെ ആയുധത്തെ, he has no authority over Christ. At the cross, Jesus disarmed the rules and authorities of Satan. Amen. At the cross, Jesus Christ disarmed the authorities of Satan. ഇത്രയും കാര്യം മനസ്സിലാക്കിയാലുണ്ടല്ലോ. Hallelujah. We should know this. Hallelujah. Fear shrinks when you know the fact revealed in the scripture. Amen. Hallelujah. Hallelujah. അത്രയും പറയാൻ ഇന്ന് സമയമുള്ളൂ. നമുക്ക് രാമുഖം മാത്രമേ ആയുള്ളൂ. ചിലപ്പോൾ 3-4 സൺഡേയിൽ ഞാൻ പ്രസംഗിക്കേണ്ടതായിട്ട് വരും. ശ്രദ്ധിക്കണം. Hallelujah. Battle is our mind. Amen. Battle is our mind. Battle is our mind. ഡിസപ്ഷൻ അവൻ ഉണ്ടാക്കും, ഡിവിഷൻ അവൻ ഉണ്ടാക്കും, ഡിസ്ട്രാക്ഷൻ അവൻ ഉണ്ടാക്കും.
Top strategies of Satan: deception, division, and distraction. മൈൻഡിനെ വചനം കൊണ്ട് സാച്ചുറേറ്റ് ചെയ്യണം. We need to saturate our mindset with the scripture. ഡിസെപ്ഷനിൽ ഡിസേൺമെന്റ് വേണം. Deception and discernment. ഡിവിഷൻ വരുമ്പോൾ ഡയറക്റ്റ് ടോക്ക് വേണം. We need to have direct talk whenever there is a ഡിസ്ട്രാക്ഷൻ division. വരുമ്പോൾ ലിമിറ്റ് വേണം. We need to set certain boundaries whenever there is a distraction. നമ്മുടെ കർത്താവ് ഒമിനിഷ്യന്റ് ആണ്, ഒമിനിപൊട്ടന്റ് ആണ്, ഒമിനിപ്രസന്റ് ആണ്. നമ്മുടെ ഓണർ കർത്താവാണ്, ഡീമൻ അല്ല. We are under the ownership of Jesus, and He is an omniscient, omnipotent, and omnipresent God. Saturate your mind with the Holy Scripture. Amen. Saturate our minds with the Read Holy. your Bible, meditate your Bible. Hallelujah. Read and meditate the scripture. തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May our Lord's name be glorified. കരവരുത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ?